ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാ പോണതെന്നറിയോ? ഞങ്ങൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാനും ഉമ്മച്ചും എൻ്റെ രണ്ട് മൂത്തമ്മമാരും കൂടിയാണ്. ഞങ്ങൾ പോണ വഴിക്ക് ഇതേ ഞങ്ങളെ നോക്കിയാണ്ട് ഇവൻ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഗേറ്റ് അടവി കുടുങ്ങി. 2 ട്രെയിൻ പോയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ബസ്സിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളോട് സംസാരിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ അമ്മേൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും മേടിക്കണമല്ലോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഷോപ്പിൽ കയറി സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ സാധനം എല്ലാം മേടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയൊക്കെ തന്നെ എൻ്റെ +2 എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് ഇപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ എൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് അമ്മേൻ്റെ വീട്? ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ടാണ് അങ്ങോട്ട് പോയത്. ഞങ്ങൾ കയറി ചെന്നേക്കെ തന്നെ അമ്മായും ഉണ്ണിമോളും കൂടി ബാഗൊക്കെ പാക്ക് ചെയ്യാണ്, ഹോസ്പിറ്റൽ ബാഗ്. ഞങ്ങളുടെ ഇവളെ കാണാനാ പോയത്. ഷീ ഈസ് പ്രഗ്നന്റ്. പിന്നെ അമ്മായി അവിടെ ചായ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ചായയും കടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കുടിച്ചാണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ മുത്തോളിയാൻ്റെ വീട്, അതായത് എൻ്റെ മൂത്താപ്പാൻ്റെ മോളെ വീട്. പിന്നെ അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഇവനക്ക് ഭയങ്കര കുറവ്. അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ ബാബി ബാബി ഇന്നെ വീഡിയോ എടുക്കുന്ന പറഞ്ഞ് നടക്കുന്ന ചെക്കന. ഇപ്പോഴാണെങ്കിലോ ഭയങ്കര കുറവാണ്. അവിടെ ചെന്നപ്പോൾ മുത്തോളിയൊക്കെ ഭയങ്കര തലവേദന ഒക്കെ ആയിരുന്നു. അവർ ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്ന് അത് കഴിഞ്ഞ് മുത്തോളിയാൻ്റെ പുതിയ വീടൊക്കെ കണ്ട് ഇഷമോള് ഒന്ന് സ്കൂളിൽ നിന്ന് ഊഞ്ഞാലാടുമ്പോൾ വീണിട്ടുണ്ടായിരുന്നു. അതാണ് ആ നെറ്റി മൊയച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം മോനും ഉണ്ട് പോണു. മോനും അമ്മേൻ്റെ മോനാണ്. അവൻ കറാട്ട ക്ലാസ്സിന് പോകുക. അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞാണ്ട് ഒറ്റ പോക്ക് പോയി. പിന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് അവിടുന്ന് വേറൊരു സ്റ്റോപ്പിലോട്ട് വന്നിട്ട് അവിടുന്ന് ബസ്സിനാണ് വന്നത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇതെൻ്റെ വീട്ടിലെ റോസാപ്പൂക്കളാണ്. പിന്നെ ഇതെൻ്റെ മല്ലിക. അപ്പം ഇന്ന് ഇത്രയൊക്കെയോളും. അപ്പോൾ ഓക്കെ, ബൈ.